അമേരിക്കയുടെ എയർ ബേസ്, ഈ നേവൽ ബേസ് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ വലിയ തീപിടുത്തമുണ്ടായതായി അവിടുത്തെ സർക്കാർ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സമയത്താണ് ഇറാനിലെ US എംബസിയും UAE അടച്ചുപൂട്ടുന്നത്. ഇറാനിലെ എംബസി UAE അടച്ചുപൂട്ടുന്ന പശ്ചാത്തലമുണ്ടായത്. സിവിൽ ഡിഫൻസ് സംഘങ്ങളൊക്കെ ഈ സൽമാൻ തുറമുഖത്ത് കൂടുതൽ ജാഗ്രതയോടെ കാവൽ നിൽക്കുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകും എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു വിഷയം അജയ്, ഈ പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങളാണ്. ഇന്നലെ US-ന്റെ എംബസി പൂർണ്ണമായും അടിച്ചു തകർക്കുന്ന വലിയ ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടിരുന്നു. അവിടെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. ജനക്കൂട്ടം ഒന്നാകെ എത്തി നശിപ്പിച്ച് തിരിച്ചു പോകുന്നു. അവിടെ വെടിവെപ്പ് ഉണ്ടാകുന്നു. തുടർന്ന് നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. ആക്രമണ സംഭവങ്ങൾ പാകിസ്ഥാനിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണമോ മനസ്സിലാക്കാൻ? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണത്തിന് സാധ്യമായിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും ഈ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്നലെ ഒരു വലിയ സംഘർഷമുണ്ടായ കറാച്ചിയിൽ, അതുപോലെ ഇസ്ലാമാബാദിൽ, അതുപോലെ ഗിൽജിത് ബാലിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും നിലവിൽ പാകിസ്ഥാനിൽ ഈ ആക്രമണം തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കറാച്ചിയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ അതിൽ 30-ലധികം പേർക്കാണ് വെടിയേൽക്കുന്ന അവസ്ഥയുണ്ടായത്. പലരും ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെയാണ്. അവിടുത്തെ മരണസംഖ്യ നിലവിൽ 22 ആയിട്ടുണ്ടെന്നാണ് ദ ഗാർഡിയൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കറാച്ചിയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള വെടിവയ്പിൽ 10 പേരും, അതുപോലെ തന്നെ ഗിൽജിത് ബാലിസ്ഥാനിൽ മറ്റൊരു 10 ആളുകളും, 2 പേർ ഇസ്ലാമാബാദിലുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അവിടെ ഉൾപ്പെടെ ഈ ഷിയ ഗ്രൂപ്പുകളുടെ പ്രതിഷേധം പല ഭാഗങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കനത്ത ജാഗ്രത തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ പാകിസ്ഥാനിൽ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇപ്പോൾ മറ്റൊരു യുദ്ധമുഖം കൂടി ഈ പുതിയ സംഘർഷത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് ലെബനനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി ഉള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ലെബനനിലേക്കുള്ള ഇസ്രായേൽ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചതോടെ ലെബനീസ് പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ പ്രവൃത്തിയെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നവാസ് സൽമ അദ്ദേഹം പറഞ്ഞത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഇത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലെബനനെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണ് ഹിസ്ബുള്ള നടത്തുന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം. അപ്പോൾ ഇത്തരത്തിൽ ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് കൂടി യുദ്ധത്തിൽ പങ്കാളിയായതോടുകൂടി അതൊരു മറ്റൊരു പ്രദേശത്ത് കൂടി യുദ്ധത്തിൻ്റെ ഒരു ഭീതി അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു. അവർ ചില US ബേസുകൾക്ക് നേരെ നേരിയ തോതിലുള്ള അറ്റാക്കൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അവർ പൂർണ്ണമായിട്ടുള്ള ഒരു തോതിൽ ഈ സംഘർഷത്തിലേക്ക് കടന്നു വന്നില്ല. അത് തീർച്ചയായിട്ടും ആശ്വാസജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ കൂടി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ സംഘർഷം അത് കൂടുതൽ ഒരു കടുത്ത മറ്റൊരു തലത്തിലേക്കൊക്കെ ഉൾപ്പെടെ പോയേനെ. അതുപോലെ തന്നെ പല തുറമുഖങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ആക്രമണം ശക്തമായിട്ടുണ്ട്. ഇറാഖിലുള്ള ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള ഈ US ബേസ് ആയിട്ടുള്ള വിക്ടോറിയ ബേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ നിരവധി ഫെസിലിറ്റീസിൽ ഉൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ തകർത്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇറാഖിലെ ബാഗ്ദാദിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇറാനാണ് ആക്രമണം നടത്തിയത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ സിറിയയിലെ ഡമാസ്കസിലും ഇപ്പോൾ ആക്രമണം കടുത്തതായിട്ടാണ് സന ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിൽ ഇറാനാണ് ആക്രമണം നടത്തിയത്. അവിടുത്തെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു അച്ഛനും അതുപോലെ 2 പെൺമക്കൾക്കുമാണ് പരിക്കേറ്റതെന്നാണ് ഈ സന ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുൾപ്പെടെ ഇപ്പോൾ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അവരുടെ ഒരു ഒഫീഷ്യൽസിന് നേരെ നടക്കുന്ന ആക്രമണം ഈ ഗൾഫ് മേഖലയിലുള്ള സാധാരണക്കാർക്ക് നേരെയും അവിടെയുള്ള ഒരു ജനവാസ മേഖലകൾക്ക് നേരെയും നീളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച ഈ സൽമാൻ തുറമുഖത്തുള്ള ആക്രമണം അത് തീർച്ചയായിട്ടും ഒരു കടുത്ത ആക്രമണം തന്നെയായിരുന്നു. ഒരാളുടെ മരണമാണ് ഈ ആക്രമണത്തിൽ സ്ഥിരീകരിച്ചത്. അത് ഒരു ഏഷ്യൻ തൊഴിലാളിയുടെ മരണമായിരുന്നു. അതുപോലെ 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു കാര്യവും കൂടി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. എന്തായാലും കടുത്ത രീതിയിലുള്ള ഒരു
പ്രതിസന്ധി തന്നെയാണ് ഇവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പല ഒരു എയർലൈൻ സംവിധാനങ്ങളും അവരുടെ വിമാന സർവീസുകൾ റദ്ദാക്കിയത് കാരണം ഇവിടെയുള്ള യാത്രക്കാരും വലിയ പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മറ്റ് നാടുകളിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്നവർക്കും തിരിച്ച് അങ്ങോട്ട് തൊഴിൽ കാര്യങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ പോകാൻ നിൽക്കുന്നവർക്കും എല്ലാം ഇത് വലിയൊരു ഭീഷണി തന്നെയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം കൂടി നിലച്ചതോടുകൂടി ഇത് വലിയൊരു പൂർണ്ണമായിട്ട് ഒരു ഗതാഗത സ്തംഭനം ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. അതും കൂടി ഇവിടെ ഈ യുദ്ധത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് സാഹചര്യം. ഏതായാലും യുദ്ധത്തിന് ശമനമില്ല. സമാധാന ശ്രമങ്ങൾ ഒരു തലത്തിൽ ആഹ്വാനമുണ്ട് എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ നരേന്ദ്രമോദി സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. GCC തലവന്മാരുമായി സംസാരിച്ചു, നെതന്യാഹുമായി സംസാരിച്ചു, സമാധാന ശ്രമങ്ങൾ തുടരണം എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടിയില്ല. മറുവശത്ത് ഇറാൻ്റെ പുതിയ ഭരണാധികാരി ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. ട്രംപ് പറയുന്നു ചർച്ചകൾക്ക് ഞങ്ങളും തയ്യാറാണ്, പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴല്ല. ഞങ്ങൾ തുടങ്ങിയ ദൗത്യം അത് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇനി ചർച്ചകളിലേക്ക് പോവുക. നിങ്ങൾക്കെതിരെ മുൻപ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമായിരുന്നു എന്ന് പറയുന്നു. ട്രംപിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇതിൻ്റെ ഒരു അവസാനം കാണുന്നതുവരെ ചർച്ചകൾക്കുള്ള ലക്ഷണമുണ്ടാകുന്ന സാഹചര്യമില്ല. നെതന്യാഹുവും കടുപ്പിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നേരത്തെ അജയൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികളടക്കം നിരവധി ആളുകൾ താമസിക്കുന്ന ഗൾഫ് മേഖലകളെയാണ്. അവിടെ വല്ലാത്ത ആശങ്കയും പ്രതിസന്ധിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത് വല്ലാത്ത തരത്തിൽ വല്ലാത്ത നിലയിൽ അത് ആ മേഖലകളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ദുബായ് ഒക്കെ വല്ലാത്ത ആശങ്കയിൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. റമദാൻ കാലമാണ്. ഇഫ്താർ വിരുന്നുകളുമായും ഒക്കെ ബന്ധപ്പെട്ട് സമാധാനപരമായി ജനങ്ങൾ ആഘോഷിക്കുകയും കൂട്ടായ്മകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സമയത്താണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അവരുടെ സ്വൈര ജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അവർ ഇനിയും ഇത്തരം ആക്രമണ സംഭവങ്ങൾ ഉണ്ടായാൽ ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതൊന്നും ഉണ്ടാകില്ല എന്ന് ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ ആ രാജ്യങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല. അവരും തിരിച്ച് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് മാറിയാൽ അത് ലോകക്രമത്തിൽ വലിയ ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് മാറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നാണ് ഈ വ്യോമയാന മേഖലയുടെ പ്രതിസന്ധി. ഇന്ത്യയിൽ നിന്നടക്കം ഏതാണ്ട് എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയ പശ്ചാത്തലമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം ഉള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നു. അത് ചില്ലറ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത്. വിമാന കമ്പനികൾക്ക് മാത്രമല്ല, ഈ പല മേഖലകളിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ജോലിക്കായി പോയി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ ഞെട്ടൽ അയത്തുള്ള അലി ഖൊമേനി അടക്കം 148 നേതാക്കളെയാണ് ഇന്നലെ ആക്രമണത്തിൽ വധിച്ചത്. അവിടുത്തെ പ്രതിരോധ മന്ത്രി അടക്കം കൊല്ലപ്പെട്ടു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അത് ആ ഞെട്ടൽ ആ രാജ്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പ്രത്യാക്രമണം തുടരുന്നുണ്ട്. കാര്യങ്ങൾ ഏകോപിപ്പിച്ച് വരാൻ സമയമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും അമേരിക്കയും ഇസ്രായേലും കടുംപിടുത്തത്തിലാണ്. സഖ്യരാഷ്ട്രങ്ങളായ ജർമ്മനിയും UK-യും ഫ്രാൻസും അടക്കം ഇവർക്കൊപ്പം ആക്രമണത്തിൽ പങ്കുചേരും എന്ന വ്യക്തത കൂടി വരുത്തിയ പശ്ചാത്തലത്തിൽ യുദ്ധം രൂക്ഷമാകാനാണ് സാധ്യത. പക്ഷേ ഇറാൻ്റെ അവസ്ഥ എത്രത്തോളം അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. അത് ഒരു പരിധിവരെ അവർക്ക് മിസൈൽ ശേഖരമുണ്ട്, ബാലിസ്റ്റിക് മിസൈൽ അടക്കമുണ്ട്. അതൊക്കെ പ്രയോഗിച്ച് തീരും വരെയുള്ള പ്രതിരോധം സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഒരുപാട് ആയുധശേഷിയുള്ള ഒരു രാജ്യമല്ല ഇറാൻ. വലിയ രാജ്യമാണ് എങ്കിൽ പോലും വർഷങ്ങളായുള്ള സാമ്പത്തിക സാങ്ഷൻസ്, അതായത് ഉപരോധങ്ങൾ അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എണ്ണ കയറ്റുമതി പോലും വർഷങ്ങളായി കാര്യമായി ഇല്ലാത്ത ഒരു രാജ്യമാണ്. റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ മാത്രമാണ് എണ്ണ അവരിൽ നിന്ന് വാങ്ങുന്നത്. ചൈനയും എണ്ണ വാങ്ങുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളെല്ലാം അവരെ നിരോധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം, അവരിൽ ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലം അവരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക ശേഷിയിൽ അത്ര മുൻപിലുള്ള രാജ്യമല്ല ഇറാൻ. പക്ഷേ അത് ഇറാന് സധൈര്യം അവർ നേരിടുന്നു. അമേരിക്കൻ ആക്രമണത്തെ അവർ പ്രതിരോധിക്കുന്നു എന്നുള്ളത് ഏറ്റവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.